ഇതുവരെ ഉറങ്ങിയില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. മരുന്ന് കഴിച്ചോ? ഇല്ല. ഗൗരി, എന്താ പറ്റിയേ? അത് തന്നെ എനിക്ക് വിനോദേട്ടനും ചോദിക്കാനുള്ളത്. വിനോദേട്ടൻ എന്താ പറ്റിയേ? അത് എന്റെ അടുത്തൊരു വാക്ക് മിണ്ടാറുണ്ടോ? പഴയതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കോ? വിനോദേട്ടൻ എന്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും പറ. ഗൗരി, നീ എന്തൊക്കെയായി പറയണേ? എനിക്ക് നിന്നോട് എന്ത് ദേഷ്യ? ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. നീ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഈ ഫോട്ടോ ആണോ നിങ്ങളുടെ പ്രശ്നം? പറ. എന്തോ ഒരു സിഗരറ്റ് എടുത്തേ. മനോജേട്ടനും ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ചേച്ചിയുടെ ബിറ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏത് ചേച്ചിയുടെ? അക്ഷയയിലെ ചേച്ചിയുടെ, ഗൗരി ചേച്ചിയുടെ. എന്ത്? അപ്പം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ഇതാ. ഇതെവിടുന്ന? ആരിട്ടതാ? അതൊന്നും അറിയത്തില്ല. ഇതൊരു പേജിൽ വന്നതാ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ലിങ്ക് ഇട്ട് തരാം. ജയോ, നിങ്ങൾ എന്താ സാറേ? നോക്കി. ഗൗരി, ഞാൻ ഈ സമയത്ത് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്താ ചേച്ചി? ഞാനൊരു ഫോട്ടോ കണ്ടു. ഫോട്ടോയോ? വേഷം മാറി നടക്കുന്നു, ആരൊക്കെ തല്ലാൻ നടക്കുന്നു. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് ഫേക്ക് ആണെന്ന്. എനിക്കൊരു പ്രശ്നമില്ല, പിന്നെ ആർക്കാ പ്രശ്നം? ഗൗരി, നീ ഇരിക്ക്. സ്ട്രേഞ്ച് അല്ലേ? നീ ഇരിക്ക്. ഗൗരി, നീ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യല്ലേ പ്ലീസ്. എന്താ വിനോദേട്ടാ, നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത്. സത്യം ചെയ്, ഇനി ഇതിന്റെ പിന്നാലെ ഒന്നും പോകത്തില്ല. അത് സത്യം ചെയ്. എന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യിപ്പിക്കല്ലേ ഗൗരി. എന്നാ ഉറപ്പ് പറ. ഉറപ്പ്, ഞാനിനി അതിന്റെ പുറകെ പോവില്ല. വിനോദേട്ടാ, ഞാൻ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഇനി വഴക്കിനൊന്നും പോയില്ലല്ലോ അല്ലേ? ചേച്ചി, ചേച്ചി, ചേച്ചി. ആ, ഈ ഫോട്ടോ കണ്ടിപ്പോ നിനക്ക് എന്താ വേണ്ടേ? നമ്മുടെ സ്വന്തം ആളെന്ന് കരുതി പറഞ്ഞതാ. ഇതിപ്പോ എന്നോട് ചൂടായിട്ട് ഇനി എന്നാന്നാവോ സെക്കൻഡ് പാർട്ട്? ആ പറയടാ.
12 പാക്കറ്റാ. ഞാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ. നീ ഹോൾഡ് ചെയ്യേ. എവിടാടാ പരിപാടി? ഇല്ലടാ, ഇറങ്ങാൻ പറ്റിയല്ല. ഷോപ്പില. ഞാനിപ്പോൾ ചേച്ചിയെ കണ്ട് സംസാരിച്ചു. സുഖമല്ലേ? ആ വന്നോ? എന്താടാ അക്ഷയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞേ? അത് അവളൊരുത്തൻ കമൻ്റ് അടിച്ചു. ഞാൻ അവനെ പിടിച്ചിടിച്ചു. എടാ എന്താ നിന്റെ ഉദ്ദേശം? ഇങ്ങനെ തല്ലാനാണ് നീ എത്ര പേരെ തല്ലും? ഗൗരിക്ക് ഇപ്പോൾ 8ാമത്തെ മാസമാണ്. നീ ഇപ്പോൾ അവിടെ കൂടെ നിൽക്കേണ്ട സമയം. ഇനി വേണ്ട, ഇതിൻ്റെ പുറകെയൊന്നും പോകണ്ട കേട്ടോ. ചോദിച്ചാൽ എനിക്ക് ആ ഹരീഷിനെ കിട്ടണം. ഓഹ് എടാ, അവനെയും സിനിമാക്കാരനെന്നല്ലേ പറഞ്ഞത്? അവർക്കൊക്കെ ഭയങ്കര ഹോൾഡ് ഉണ്ടാവും. നമുക്കിത് ലീഗലി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഞാൻ സക്കറിയെ വിളിച്ച് പറയാം. ചേട്ടാ ഒന്നും ശരിയാവില്ല. പിന്നെന്താ നിന്റെ പ്ലാൻ? അതൊന്ന് പറഞ്ഞു. അവളുടെ സൂക്കേടിന് അവൾ എന്നെ കൊണ്ട് ഉണ്ടാക്കി. അവൾ ആരാന്ന് അവളുടെ വിചാരം? വലിയ പതിവ്രത. നീ ആരുടെ കാര്യമാണ് പറയണേ? നോക്കടാ, എന്തേലും കേസില്ല അത് ആരെങ്കിലും ഇങ്ങനെ എഴുതിരും. കൊള്ളാലോ. ആരുടെ ഇത്? അതിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? അക്ഷയിലെ സുന്ദരി കോത. എന്നിട്ട് അവളുടെ വാക്കും കേട്ട് ആ മൊണ്ണ എന്നെ തല്ലാൻ വന്നിരിക്കുന്നു. എത്ര എണ്ണം കിട്ടി? കിട്ടിയതിൻ്റെ പണി എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്ന് ആരൊക്കെ അറിയാം. ഇനി അവളവനും പുറത്തിറങ്ങി നടക്കുന്ന ഞാനൊന്ന് കാണട്ടെ. പോയി പണി മേടിച്ചു കൂട്ടല്ലോ. പോടെ. അതിരൂപ. ഹലോ സാറേ, ഫേസ്ബുക്കിലൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ആ ഞാൻ സാറിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. സാറൊന്ന് കണ്ടു നോക്കൂ. ആ ശരി ശരി. ചേട്ടാ ഒരു ചായ. ഫ്രണ്ട്സ്, ഇതെനിക്കറിയാവുന്ന ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ ഫോട്ടോ ആരോ സോഷ്യൽ മീഡിയയിൽ ദുരുപയോഗം ചെയ്തിരിക്കും. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണിത്. ബി കെയർഫുൾ മൈ സിസ്റ്റേഴ്സ്. ഷോപ്പിൽ പോണില്ലേ ഇന്ന്? ഇല്ല. എന്തേ? ഇന്ന് മുതലാളി പറഞ്ഞോളൂ. എന്തേ, നിനക്ക് വല്ല വയ്യാഴികേടുണ്ടോ ചെറുക്ക? ആ ഉണ്ട്. മമ്മി ഒരു ചായ എടുത്തേ. ആ വയ്യെങ്കിൽ ചുക്ക് കാപ്പി എടുക്കാം. വേണ്ട മമ്മി, ചായ എടുത്താൽ മതി. പാലൊഴിക്കണ്ട, കട്ട മതി. ആ അല്ലെങ്കിൽ നായක നല്ലത് പറഞ്ഞാൽ കേൾക്കില്ല. അവനെ പിടിച്ചോ. എന്താടാ ഓടണ? എന്താ സാറേ എന്റെ മോൻ ചെയ്തത്? എന്താ സാറേ? അവരിപ്പോ അവനെയും കൊണ്ടുവരും. അപ്പൊ അമ്മ എന്നെ ചോദിക്കേ എന്താ ചെയ്തതെന്ന്. എന്റെ മോൻ എന്താ സാറേ ചെയ്തത്? നാട്ടിലുള്ള പെമ്പിള്ളേരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ കേസാവും, പോലീസ് വരും, നല്ല നാലെണ്ണം കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? മമ്മി, പപ്പയെ വിളിക്കും മമ്മി, വേഗം വിളിക്കും മമ്മി. സാറേ എന്റെ മോനൊന്നും ചെയ്യില്ല സാറേ. പാവമാണ് സാറേ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. എന്താണ്? നോക്കി നിൽക്കാതെ പപ്പയെ വിളിക്കും മമ്മി. പിടിച്ചു
അവനെ വേണ്ടി അതാണ് സാറേ. അയ്യോ, അയ്യോ, കൊണ്ടുപോകല്ലേ സാർ. സാറേ, നാളെ ഞാനൊന്ന് പറഞ്ഞു വണ്ടി എടുക്ക്. അതാണ് സാറേ. അയ്യോ. എടാ ചേറിയില്ല, ആന്റോനെ കൊണ്ടോണ കണ്ടാടാ. നീയൊക്കെ കൂടി എന്ത് കുരുത്തക്കേടാണ് ഉണ്ടാക്കി ഒന്ന് വെച്ചേക്കണത്. പതുക്കെ പറഞ്ഞല്ലേ, അവര് കേട്ടാ എന്നെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകും ഓരോ പണിയുണ്ടാക്കാനായിട്ട്. അയ്യോ പറ്റുന്ന ജീവിക്കാൻ ഒരു വടി കൂടെ നമുക്ക് മാറ്റി പിടിക്കാം. എന്താടോ കാര്യങ്ങള്? എന്തായാലും ശരിയാ, ഞാൻ വിളിക്കാം. എന്താ സാർ? എടോ ക്യാരക്ടർ ചെയ്യാനുള്ള പെൺകുട്ടി വല്ലതും റെഡിയായോ? നമ്മൾ ഓഡിഷൻ ചെയ്ത് ഫിക്സ് ചെയ്താണല്ലോ. സാറെ കാണിച്ചില്ലേ ഇവര്? എവിടെ? ഇതാണ് നമ്മുടെ 3 ഓപ്ഷൻസിലൊന്ന്. ഫൈനൽ ചെയ്തേക്കുന്നത് ഇതൊരാള്, സുഷമ. സുഷ്മിത. രണ്ടും ഒന്ന് എന്നടോ. ഇതെങ്ങനെയുണ്ട്? സ്മിത. ഇതോ? എടോ ഇതൊക്കെ തന്നെ അല്ലടോ കഴിഞ്ഞ പടത്തിൽ താൻ കൊണ്ടുവന്ന്. വേറെ നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോവാ. അങ്ങനെ പറഞ്ഞപ്പോ ഈ ഹീറോ സാറ് കഴിഞ്ഞ ഇവിടെ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞപ്പോ സാറിന് ആക്ട് ചെയ്യണം, ഡാൻസ് ചെയ്യണം, നല്ല സുന്ദരിയായിരിക്കണം. ഇതൊക്കെ അന്വേഷിച്ച് ഓഡിഷൻ ചെയ്യുമ്പോൾ പെൺപിള്ളേർക്ക് മലയാളം വേണ്ട, തമിഴോ തെലുങ്കോ ഒക്കെ മതി. എടോ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ സിനിമയിലോട്ട് കുത്തി കേട്ടരുത് കേട്ടല്ലോ. ഫ്രഷ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോവാ. ആ നിങ്ങൾ നോക്ക്. എന്തു പറ്റി? ആ പുറകെ നിൽക്കുന്നവര് ശരി. ആ പെണ്ണ് രസമുണ്ടായി. പറഞ്ഞിട്ടുണ്ട് ബ്രോ വരും. 10 ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് പോകും. ഇങ്ങോട്ട് പിന്നെ ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യും. പപ്പനാണെങ്കിൽ വിളിച്ചോണ്ടേ ഇരിക്കുക. ആ പപ്പനല്ല ഈ പപ്പൻ. ഈ പപ്പനും അല്ല ആ പപ്പൻ. അല്ല സാറേ, 10 ദിവസം കൊണ്ട് ഈ പാട്ട് തീരൂ. താൻ പറഞ്ഞ പെങ്കൊച്ച ഇതോ? അതല്ലോ അതിന് പുറകെ നിൽക്കുന്നത്. ഹായ്. ഹായ്. ഓക്കെ ആണോ? ഓക്കെ ആണോ സാറിന്? ഓക്കെ ആണോ? എനിക്ക് ഓക്കെ ആണോ? ഡാൻസ് ഒക്കെ കളിക്കും. സാറേ ഇപ്പോ സാറിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, കളിപ്പിച്ചെടുക്കാം നമുക്ക്. ട്രെയിനിങ് കൊടുക്കാം. ഫിക്സ് ചെയ്യും. അവൻ ഡാൻസ് ഓക്കെ ആക്കും, ആക്ടിങ് ഓക്കെ ആക്കുമല്ലോ. ഓക്കെ ആക്കുമല്ലോ. നോക്കാലോ. ആ കുറെ നേരമായോ വന്നിട്ട്? ഹായ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു സാറിനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി. ആണോ? ഓക്കേ. അതൊരു വിഷയമല്ല. കമാൺ, വീഡിയോ കോൾ അല്ലേ വിളിച്ചേലേ, അതാ ഞാൻ പെട്ടെന്ന് ഓർക്കാഞ്ഞത്. ഓൾറെഡി. സോ ആക്ടിങ്ങിലേക്ക് വരണം അല്ലേ? അതെ, എന്ത് മോഡലിംഗ് എത്ര വർഷം ചെയ്തു? ഞാനൊരു 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. 3 years. ഐ റിയലി വാണ്ടഡ് ടു ഡു സം മൂവീസ്. പക്ഷെ എനിക്ക് അങ്ങനെ ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല. അപ്പോഴാണ് സാറിന്റെ കാസ്റ്റിംഗ് ഏജൻസിനെ കുറിച്ച് അറിഞ്ഞത്. ഇപ്പോ എത്ര വയസ്സായി? ഇപ്പൊ 20. 20 വയസ്സ് കറക്റ്റ് ആണ്. സോ യു ആർ അറ്റ് ദ റൈറ്റ് സ്പേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇനിയിപ്പോ ഞങ്ങളുടെ ഏജൻസി കുട്ടിയെ അങ്ങോട്ട് വളർത്തുകയാണ് കേട്ടോ. വിഷ് യു ഗുഡ് ലക്ക്.